നീതിമാനായ താതാ, മാറിയസേ പുണ്യതാതാ, മാനവരാദരവാ കീർത്തിക്കും പുണ്യതാതാ. ഈശോമിശിഹായിൽ സ്നേഹം നിറഞ്ഞവരെ, തൊഴിലാളിയുടെ മധ്യസ്ഥനായ വിശുദ്ധ യേശുപിതാവിൻ്റെ മാധ്യസ്ഥം തേടി നമ്മൾ ചെയ്യുന്ന എല്ലാ തൊഴിൽ മേഖലകൾക്ക് വേണ്ടിയും, നമ്മൾ ചെയ്യുന്ന തൊഴിൽ സ്ഥലങ്ങൾക്ക് വേണ്ടിയും, നമ്മളെ ജോലിക്ക് വേണ്ടിയും ഒക്കെ പ്രാർത്ഥിക്കുന്ന ഈ പ്രാർത്ഥനാ ശുശ്രൂഷയിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. തൊഴിലാളികളുടെ മധ്യസ്ഥനായ വിശുദ്ധ യേശുപിതാവിൻ്റെ മാധ്യസ്ഥം വഴി നിങ്ങളുടെ തൊഴിൽ മേഖലകളിൽ ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ ജോലി മേഖലകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. നിങ്ങളുടെ ജോലി നിങ്ങൾക്കൊരു അനുഗ്രഹമായി മാറട്ടെ. നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി നല്ല രീതിയിൽ ചെയ്യുവാനുള്ള കൃപ തന്ന് ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആ ജോലി ചെയ്യുവാൻ നല്ല മനസ്സും നല്ല ആരോഗ്യവും തന്ന് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ ചെയ്യുന്ന ഏത് ചെറിയ ജോലിയായാൽ പോലും അതെല്ലാം നല്ല സന്തോഷത്തോടുകൂടി സ്നേഹത്തോടുകൂടി ചെയ്യുവാനുള്ള ഒരു ആത്മാഭിമാനം തന്ന് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്നേഹം നിറഞ്ഞവരെ, വിശുദ്ധ മർക്കോസ് അറിയിച്ച സുവിശേഷം 9-ാം അധ്യായം 34 മുതലുള്ള തിരുവചനങ്ങൾ. 9-ാം അധ്യായം 34 മുതലുള്ള തിരുവചനങ്ങൾ. അവർ നിശബ്ദരായിരുന്നതേ ഉള്ളൂ, കാരണം തങ്ങളിൽ ആരാണ് വലിയവൻ എന്നതിനെക്കുറിച്ച് വഴിയിൽ വെച്ച് അവർ തർക്കിച്ചിരുന്നത്. അവർ നിശബ്ദരായിരുന്നതേ ഉള്ളൂ, കാരണം തങ്ങളിൽ ആരാണ് വലിയവൻ എന്നാണ് അവർ വഴി വെച്ച് തർക്കിച്ചിരുന്നത്. പല ജോലി സ്ഥാപനങ്ങളിലും ബിസിനസ് മേഖലകളിലും ജോലിയിടങ്ങളിലും ഇന്ന് വായിച്ച ഈ സുവിശേഷവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ചില കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ജോലി മേഖലകളിൽ തങ്ങളിൽ ആരാണ് വലിയവർ എന്ന ചിന്ത കടന്നു വരികയും പരസ്പരം പരദൂഷണം പറയുകയും മറ്റുള്ളവരെ താഴ്ത്തിക്കെട്ടുവാൻ പരിശ്രമിക്കുകയും അവർ അറിയാതെ അവരെക്കുറിച്ചുള്ള നല്ലതല്ലാത്ത കാര്യങ്ങൾ പറയുകയും അവരുടെ ആത്മാഭിമാനത്തെയും പേരിനെയൊക്കെ കളങ്കപ്പെടുത്തുന്ന ചില പ്രവണതകളും ചില രീതികളുമൊക്കെ പല തൊഴിൽ മേഖലകളിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. വചനത്തിൻ്റെ ആദ്യം ഭാഗത്ത് പറ, അവർ നിശബ്ദരായിരുന്നതേ ഉള്ളൂ. പരസ്പരം കണ്ടാൽ മിണ്ടാതെ പോകുന്ന ഒരു ജോലി സ്ഥലത്തെ ആളുകൾ. സ്നേഹം നിറഞ്ഞവരെ, നമ്മുടെ ജോലി മേഖലകളിൽ നമ്മൾ അനുഭവിക്കുന്ന ഈ പ്രശ്നങ്ങളും പ്രതിസന്ധികളുമെല്ലാം നമുക്ക് യേശുപിതാവിന് മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കാം. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരാൾ പ്രാർത്ഥിക്കാൻ വന്നപ്പോൾ അദ്ദേഹം പറയുകയാണ്, ഞാൻ ഈ ഒരു ഓഫീസിലേക്ക് പുതിയതായിട്ട് സ്ഥലം മാറി വന്നതാണ്. ആ സ്ഥലം മാറി ഞാൻ അങ്ങോട്ട് വന്നപ്പോൾ അവിടെ കൂടെ ജോലി ചെയ്യുന്ന, എൻ്റെ കൂടെ താഴത്തെ രീതിയിലൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാരെല്ലാം കൂടി എന്നോട് സഹകരിക്കുന്നൊന്നുമില്ല. ഞാൻ അവിടെ ഒരു തിന്മയൊന്നും പുതിയതായിട്ട് വന്ന ഒരാളാണ്, പക്ഷെ അവർ സഹകരിക്കുന്നൊന്നുമില്ല. പല കാര്യങ്ങളും എന്നോട് മറച്ചു വെക്കുന്നു. ഞാൻ പറയുന്ന ഡേറ്റുകൾ അന്ന് കംപ്ലീറ്റ് ചെയ്യാറില്ല, ജോലികൾ തീർക്കാറില്ലെന്നൊക്കെ പറഞ്ഞു. ഒരുപാട് ബുദ്ധിമുട്ടിനെയും പ്രശ്നത്തിനും പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നുണ്ട്. നമ്മുടെ ജോലി മേഖലകളിൽ നമ്മൾ അനുഭവിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളുമുണ്ട്. നമ്മൾ ചെയ്യുന്ന ജോലിയിൽ ആത്മാർത്ഥതയെ നശിപ്പിക്കുന്ന രീതിയിലുള്ള പല സംഭവങ്ങളും നമ്മുടെ ജോലി മേഖലയിൽ സംഭവിക്കാറുണ്ട്. അതിനെല്ലാം നമുക്ക് വിശുദ്ധ യേശുപിതാവിന് മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കാം. നല്ല തച്ചനായിട്ടുള്ള നല്ല ജോലിക്കാരുടെ എല്ലാം മാധ്യസ്ഥം വഹിക്കുന്ന വിശുദ്ധ യേശുപിതാവ് നമ്മുടെ ജോലി മേഖലയിൽ ഇടപെടട്ടെ. നമ്മുടെ ജോലിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും എല്ലാം മാറ്റി ദൈവം നമ്മൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. വിശുദ്ധ യേശുപിതാവിന് മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കും. ജോലിയില്ലാതെ വിഷമിക്കുന്ന എല്ലാ മനുഷ്യരെയും നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. സ്ഥിരമായ ജോലി ഇല്ലാത്തത് മൂലം വിഷമിക്കുന്ന പ്രതിസന്ധി അനുഭവിക്കുന്ന എല്ലാവരെയും നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. യേശുപിതാവിന് മാധ്യസ്ഥം വഴി നിങ്ങൾക്ക് നിങ്ങളുടെ പഠനമനുസരിച്ച് നിങ്ങളുടെ ആരോഗ്യമനുസരിച്ച് നല്ലൊരു ജോലി തന്ന് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ കഴിവുകളനുസരിച്ച് നല്ല ജോലി തന്ന് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.
വിദേശ ജോലി ചെയ്യുന്ന എല്ലാ ആൾക്കാരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഓഫീസുകളിൽ പ്രതിസന്ധികളായിരിക്കുന്ന എല്ലാവരും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ബിസിനസ് മേഖലയും ബിസിനസ്സുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാ പ്രതിസന്ധികളും ടെൻഷൻ അനുഭവിക്കുന്നവരെ സമർപ്പിച്ച് സാമ്പത്തിക പ്രതിസന്ധി അനുഭവിക്കുന്ന ജോലി മേഖലകളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ ഡ്രൈവർമാരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ടാക്സി ഓടിക്കുന്ന ആൾക്കാർ, ആംബുലൻസ് ഓടിക്കുന്ന ആൾക്കാരെ, ബസ്സുകൾ ഓടിക്കുന്ന ആൾക്കാരെ എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. എല്ലാ സെക്യൂരിറ്റി ജോബ് ചെയ്യുന്ന ആൾക്കാരെ സമർപ്പിച്ച് എല്ലാ സ്ഥാപനങ്ങളും രാപ്പകൽ അധ്വാനിക്കുന്ന, ഒരുപാട് സമയം നിന്നുകൊണ്ട് ആ സ്ഥാപനത്തിൻ്റെ സംരക്ഷണം എടുത്തിരിക്കുന്ന എല്ലാ സെക്യൂരിറ്റിമാരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. എല്ലാ ക്ലീനിങ് സ്റ്റാഫിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ തൊഴിലാളികളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. അതോടൊപ്പം തന്നെ കടലിൽ ജോലി ചെയ്യുന്ന എല്ലാ ആൾക്കാരെയും സമർപ്പിച്ച് എല്ലാ അംഗൻവാടി ടീച്ചർമാരെയും സമർപ്പിച്ച് എല്ലാ ടീച്ചർമാരെയും സമർപ്പിച്ച് അവർ അനുഭവിക്കുന്ന പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. അതോടൊപ്പം തന്നെ കൃഷി ചെയ്യുന്ന ആൾക്കാരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പട്ടുനൂൽ കൃഷി ചെയ്യുന്നവരെ, വാഴക്കൃഷി, ഇഞ്ചി കൃഷി, പച്ചക്കറി, പൂക്കൾ കൃഷി ചെയ്യുന്ന ആൾക്കാരെ, കാപ്പി കൃഷി ചെയ്യുന്ന ആൾക്കാരെ, ഏലം, കുരുമുളക്, റബ്ബർ ഫാം നടത്തുന്ന ആൾക്കാരെ, മത്സ്യകൃഷി ചെയ്യുന്ന ആൾക്കാരെല്ലാം സമർപ്പിച്ച് നിങ്ങളുടെ കൃഷി മേഖലകൾ വിശുദ്ധ യേശുവേ പിതാവിൻ്റെ മാധ്യസ്ഥം വഴി ഒരുപാട് നന്മകൾ കൊണ്ടും ഐശ്വര്യം കൊണ്ടും നിറയ്ക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. അതോടൊപ്പം തന്നെ പഠനം കഴിഞ്ഞിട്ട് നല്ലൊരു ജോലിക്ക് വേണ്ടി പരിശ്രമിച്ചിട്ട് കിട്ടാതിരിക്കുന്ന ആൾക്കാരുണ്ട്. ഒരു ജോലി മേഖലയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, പെട്ടെന്ന് അവർ ജോലി പോയി, പിന്നീട് ഒരു മാസം അവർ ജോലി ചെയ്യാതായി, പിന്നീട് ജോലിക്ക് പോകാൻ പറ്റാതെ മാനസികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആൾക്കാരുണ്ട്. 3-4 വർഷമൊക്കെ ആയിട്ട് വീട്ടിൽ ജോലിക്ക് പോകാതെ വിഷമിക്കുന്ന ആൾക്കാരുണ്ട്. ചിലപ്പോൾ അവരെ കടന്നു പോകുന്ന ഡിപ്രഷൻ്റെ അവസ്ഥകൾ കൊണ്ടാകാം, മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥകളാണ്, ചിലപ്പോൾ മടിയായിരിക്കാം. അതെല്ലാം വിശുദ്ധ യേശുവേ പിതാവിൻ്റെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുമ്പോൾ തൊഴിലാളികളുടെ മധ്യസ്ഥനായ, തൊഴിലിൻ്റെ മഹാത്മ്യം എന്നും ഉയർത്തിപ്പിടിച്ചിട്ടുള്ള ആ നല്ല പിതാവ് നമ്മുടെ ജീവിതങ്ങളിലേക്ക് ഒരുപാട് നന്മകൾ പിതാവായ ദൈവത്തോട് പ്രാർത്ഥിച്ച് ചൊരിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളുടെ ജോലിയിടങ്ങൾ ചെറുതും വലുതുമാകട്ടെ, അതൊരു നന്മയായിട്ട് മാറട്ടെ. നിങ്ങളുടെ ജോലി മേഖലകൾ നിങ്ങൾക്കൊരു അനുഗ്രഹമായി മാറട്ടെ. നിങ്ങളുടെ കുടുംബത്തെ സന്തോഷത്തിലും സമാധാനത്തിലും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സാമ്പത്തിക വരുമാനങ്ങൾ നിങ്ങളുടെ ജോലി സ്ഥലങ്ങളിൽ നിന്ന് ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. യൂട്യൂബ് വഴി കമൻറ്റ് ബോക്സിൽ നിയോഗങ്ങൾ എഴുതിയിട്ട് എല്ലാ ആളുകളെ സമർപ്പിച്ച് രോഗികളെ സമർപ്പിച്ച് കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നല്ല തലമുറകളുണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. മക്കളുണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. രോഗസൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ യേശുവേ പിതാവിന് മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരുപാട് നന്മകളും കൃപകളും ആ വിശുദ്ധൻ്റെ മാധ്യസ്ഥം വഴി ദൈവം നിങ്ങളിലേക്ക് ചൊരിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നമുക്കെല്ലാവർക്കും ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. ദാവീദിൻ്റെ പുത്രനായ വിശുദ്ധ യേശുവേ പിതാവേ, ഉറക്കത്തിൽ അങ്ങേക്കുണ്ടായ സ്വപ്ന ദർശനത്താൽ ദൈവഹിതം മനസ്സിലാക്കി പരിശുദ്ധ കന്യകാ മറിയത്തെ ഭാര്യയായി സ്വീകരിച്ച വിശുദ്ധ യേശുവേ പിതാവേ, എന്നെയും എൻ്റെ കുടുംബത്തിൻ്റെയും എല്ലാ ആവശ്യങ്ങളും ജോലിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാ പ്രതിസന്ധികളെയും ഭയാശങ്കകളെയും ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എന്നെയും എൻ്റെ കുടുംബത്തെയും ജീവിത പങ്കാളിയെയും മക്കളെയും അങ്ങയുടെ സംരക്ഷണത്തിനായി അങ്ങേ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ദൈവദൂതൻ നൽകിയ സ്വപ്ന ദർശനത്താൽ ഉണ്ണിയായ യേശുവിനെയും അമ്മയായ പരിശുദ്ധ കന്യകാ മറിയത്തെയും ഹേറോദേസ് രാജാവിൻ്റെ ദുഷ്ടതയിൽ നിന്ന് സംരക്ഷിച്ചവനെ, എന്നെയും എൻ്റെ കുടുംബത്തെയും ജീവിത പങ്കാളിയെയും തലമുറയെയും സംരക്ഷിക്കണമേ. നമുക്ക് മൗനമായി നമ്മുടെ എല്ലാവിധ പ്രാർത്ഥനകളും നിയോഗങ്ങളും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈ സമയം ഒരു ജോലി സ്ഥലത്ത് നിന്ന് മറ്റൊരു ജോലി സ്ഥലത്തേക്ക് പോകുവാൻ വേണ്ടി ട്രാൻസ്ഫറിന് വേണ്ടി അപേക്ഷിച്ച എല്ലാ നിയോഗങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നാളുകളിൽ ജോലി പോകുമോ എന്ന വേദന കൊണ്ട് വിഷമിക്കുന്ന എല്ലാവരും മനപ്രയാസങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ജോലിക്ക് വേണ്ടി പുതിയ അപ്പോയിൻമെൻറ്റ് ലെറ്ററിന് വേണ്ടി കാത്തിരിക്കുന്ന ആൾക്കാരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ യേശുവേ പിതാവിൻ്റെ മാധ്യസ്ഥം വഴി ദൈവം നിങ്ങൾക്കെല്ലാം നടത്തിത്തരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഉറക്കത്തിലും ഉണർവിലും ഞങ്ങൾക്കായി പ്രാർത്ഥിക്കുന്ന വിശുദ്ധ യേശുവേ പിതാവേ, തിരുസഭയുടെ പാലക, ഞങ്ങളുടെ ജീവിതത്തിൽ
അങ്ങ് എന്നും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ. സ്നേഹം നിറഞ്ഞവരെ, നല്ലൊരു സായങ്കാലവും നല്ലൊരു രാത്രിയും നിങ്ങൾക്ക് നേരുകയാണ്. വിശുദ്ധ ഔസേപ്പ് പിതാവിന് സംരക്ഷണം എപ്പോഴും നിങ്ങളോട് കൂടി ഉണ്ടായിരിക്കട്ടെ. ഒരു പിതാവിൻ്റെ വാത്സല്യം നിറഞ്ഞ ഒരു സംരക്ഷണം എപ്പോഴും നിങ്ങളോട് കൂടി ഉണ്ടായിരിക്കട്ടെ. നാളെ രാവിലെ 5:30 ഡെയിലി ബ്ലെസ്സിങ് നമുക്ക് എല്ലാവർക്കും കണ്ടുമുട്ടാം. അതുവരെ ദൈവം നമ്മളെ പൊതിഞ്ഞു സൂക്ഷിക്കട്ടെ. നമ്മളെ കണ്ണുകളെ കണ്ണുനീരിൽ നിന്നും കാലുകളെ വീഴ്ചയിൽ നിന്നും ജീവനെ മരണത്തിൽ നിന്നും ദൈവം നമ്മളെ സംരക്ഷിക്കട്ടെ. നമ്മൾ ചെയ്യുന്ന ജോലി സ്ഥലങ്ങളെ, ജോലിയിടങ്ങളെ, ബിസിനസ്സുകളെല്ലാം ഒരു ദോഷവും വരാതെ, ഒരു തിന്മയും വരാതെ, ഒരു അനർത്ഥവും കൂടാതെ ദൈവം നമ്മളെ സംരക്ഷിക്കട്ടെ. ആമേൻ.